ബെനീസ് വ്ലോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ സ്വിറ്റ്സർലൻഡിൻ്റെ പ്രധാന ഏരിയയായ ഇൻ്റർലാക്കനിലെ തൂൺ തടാകത്തിലൂടെയുള്ള ബോട്ടിങ്ങും അതുപോലെ തന്നെ ഈ തൂൺ തടാക കരയിലൂടെയുള്ള അവിസ്മരണീയമായ ഒരു ട്രെയിൻ യാത്രയുമാണ്. നമ്മുടെ ചാനൽ ബെനീസ് വ്ലോഗ്സ് ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഒരു ചാനൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. പൈൻ മരത്തിൻ്റെ മങ്ങിയ ഗന്ധവും തടാകത്തിൻ്റെ ഉപരിതലത്തിൽ അലയടിക്കുന്ന ഇടയ്ക്കിടെയുള്ള കാറ്റും വഹിക്കുന്ന വായുവും ശാന്തവും ഉന്മേഷദായകവുമാണ്. ഞങ്ങളുടെ യാത്രയിലുടനീളം നാടകീയമായ പർവ്വതശിഖരങ്ങൾക്കെതിരായ ശാന്തമായ ജലത്തിൻ്റെ വൈരുദ്ധ്യത്താൽ ഞങ്ങൾ ഞെട്ടിപ്പോയി. ജങ്ഫ്രൗ, മോഞ്ച്, ഈഗർ എന്നിവ തടാകത്തിന് മുകളിലൂടെ കാവൽ നിൽക്കുന്നു. ചുറ്റുമുള്ള താഴ്വരകൾക്ക് മുകളിൽ മഞ്ഞ് മൂടിയ അവരുടെ കൊടുമുടികൾ, അവരുടെ സാന്നിധ്യം സ്വിസ് ആൽപ്സിൻ്റെ ശക്തിയുടെയും മഹത്വത്തിൻ്റെയും നിരന്തരമായ ഓർമ്മപ്പെടുത്തലാണ്. തുല്യ അളവിലുള്ള വിസ്മയവും ആദരവും പ്രചോദിപ്പിക്കുന്നു. സ്വിറ്റ്സർലൻഡിലെ തൂൺ തടാകത്തിൻ്റെ തീരത്തുകൂടി ഈ പ്രകൃതി രമണീയമായ ട്രെയിൻ യാത്ര ആരംഭിക്കുമ്പോൾ അതിമനോഹരമായ സൗന്ദര്യത്തിൻ്റെ ഭൂപ്രകൃതിയിൽ മുഴുകിയിരിക്കുന്നതായി നാം കാണുന്നു. ദൂരെയുള്ള സ്വിസ് ആൽപ്സ് പർവ്വതനിരകളുടെ ഉയർന്ന കൊടുമുടികളെ പ്രതിഫലിപ്പിക്കുന്ന സ്ഫടിക ശുദ്ധജലത്തിൻ്റെ തടസ്സമില്ലാത്ത കാഴ്ചകൾ പ്രദാനം ചെയ്യുന്ന ട്രെയിൻ ട്രാക്കുകൾ തീരത്തെ അടുത്ത് ആലിംഗനം ചെയ്യുന്നു. ഞങ്ങളുടെ ട്രെയിൻ കമ്പാർട്ട്മെൻറ്റിൻ്റെ സുഖസൗകര്യങ്ങളിൽ നിന്ന് കായൽ തീരത്തെ ആകർഷകമായ സ്വിസ് ഗ്രാമങ്ങളുടെ കാഴ്ചകളിലേക്ക് ഞങ്ങൾ പോകുന്നു. നൂറ്റാണ്ടുകളുടെ ആൽപൈൻ സംസ്കാരത്തിലും പാരമ്പര്യത്തിലും വേരൂന്നിയ ഓരോ ഗ്രാമത്തിനും സ്വന്തം കഥ പറയാനുണ്ടെന്ന് തോന്നുന്നു. തീവണ്ടിയുടെ മൃദുലമായ താളം പക്ഷികളുടെ പാട്ടിൻ്റെയും ഓളങ്ങളുടെയും സ്വാഭാവിക സിംഫണിയെ പൂരകമാക്കിക്കൊണ്ട് ഞങ്ങളുടെ യാത്രയ്ക്ക് ആശ്വാസകരമായ ഒരു ശബ്ദ ട്രാക്ക് നൽകുന്നു. ജനാലയിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ മലഞ്ചെരുവുകളിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന വെള്ളച്ചാട്ടങ്ങളും അവയുടെ മൂടൽ മഞ്ഞ് സൂര്യപ്രകാശം പിടിക്കുന്നതും വെള്ളത്തിന് കുറുകെ മഴവില്ലുകൾ വിരിയുന്നതും ഞങ്ങൾ കാണുന്നു. ദുർഘടമായ പാറക്കെട്ടുകളുടെയും പച്ചപ്പുള്ള മലഞ്ചെരുവുകളുടെയും ക്യാൻവാസ് സൃഷ്ടിച്ചുകൊണ്ട് സഹസ്രാബ്ദങ്ങളായി ഈ ഭൂപ്രകൃതി രൂപപ്പെടുത്തിയ ചലനാത്മക ശക്തികളെ ഈ ക്ഷണിക നിമിഷങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. തീവണ്ടി കായൽ തീരത്ത് വിശ്രമമില്ലാതെ യാത്ര തുടരുമ്പോൾ അത്തരം പ്രകൃതിദത്തമായ മഹത്വത്തിന് സാക്ഷ്യം വഹിക്കാനുള്ള അവസരത്തിന് നന്ദിയുള്ള ഒരു വികാരം നമുക്ക് തോന്നാതിരിക്കാൻ കഴിയില്ല. തീവണ്ടിയുടെ ജാലകത്തിൽ നിന്ന് ഫോട്ടോകൾ പകർത്തുകയാണെങ്കിലും അല്ലെങ്കിൽ പ്രകൃതി ദൃശ്യങ്ങൾ നമുക്ക് മുമ്പിൽ തുറക്കാൻ അനുവദിക്കുകയാണെങ്കിലും യാത്രയിലെ ഓരോ നിമിഷവും നമ്മുടെ ഗ്രഹത്തിൻ്റെയും ഏറ്റവും വിലയേറിയ പ്രകൃതി ദൃശ്യങ്ങൾ സംരക്ഷിക്കേണ്ടതിൻ്റെയും വിലമതിക്കേണ്ടതിലും പ്രാധാന്യത്തെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സൂര്യൻ തൂൺ തടാകത്തിന് മുകളിലൂടെ അസ്തമിക്കാൻ തുടങ്ങുമ്പോൾ വെള്ളത്തിന് കുറുകെ ഒരു സ്വർണ്ണ നിറം വീശുന്നു. ഞങ്ങൾ കണ്ട സൗന്ദര്യത്തെയും സൃഷ്ടിച്ച ഓർമ്മകളെയും അത് പ്രതിഫലിക്കുന്നു. തൂൺ തടാകത്തിൻ്റെ തീരത്തുകൂടിയുള്ള ഈ യാത്ര ഒരു പ്രകൃതി രമണീയമായ സവാരി എന്നതിലുപരി സ്വിറ്റ്സർലൻഡിൻ്റെ പ്രകൃതി വിസ്മയങ്ങളുടെ ഹൃദയഭാഗത്ത് ആണിനിറങ്ങുന്ന ഒരു അനുഭവമായിരുന്നു. അതിൻ്റെ ആൽപൈൻ പ്രകൃതി ദൃശ്യങ്ങളുടെ കാലാതീതമായ ആകർഷണീയതയുടെ ഒരു വലിയ തെളിവാണ്. തടാകക്കരയിലുള്ള വീടുകളും ഇലവഴിഞ്ഞ് നിൽക്കുന്ന മരങ്ങളും എല്ലാം നമ്മുടെ ആ ഒരു
വ്യൂവിനെ, ആ ഒരു കാഴ്ചയെ വളരെയേറെ നല്ല മെച്ചപ്പെട്ടതാക്കുന്നു. തടാകത്തിലങ്ങിങ്ങായി ബോട്ടുകൾ വിന്യസിച്ചിരിക്കുന്നു. നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും ബെനീസ് വ്ലോഗ്സ് എന്നുള്ള ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളിത് കൂടുതൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ അവസാന ലക്ഷ്യസ്ഥാനത്തെ സമീപിക്കുമ്പോൾ നമ്മെ ചുറ്റിപ്പറ്റിയുള്ള സൗന്ദര്യത്തോടുള്ള ഒരു പുതുക്കിയ വിലമതിപ്പും പ്രകൃതിയുടെ സൂക്ഷ്മമായ സന്തുലിതാവസ്ഥയുള്ള ഇവിടെയുള്ള ആഴമായ ആദരവും ഞങ്ങൾ കൂടെ കൊണ്ടുപോകുന്നു. തൂൺ തടാകവും അതിൻ്റെ ചുറ്റുമുള്ള തീരങ്ങളും നമ്മുടെ ഹൃദയങ്ങളിൽ മായാത്ത മുദ്ര പതിപ്പിച്ചു. ലോകത്തിൻ്റെ ഈ ആകർഷകമായ കോണിലെ അത്ഭുതങ്ങൾ പര്യവേഷണം ചെയ്യാൻ, മടങ്ങി വരാൻ നമ്മളെ ക്ഷണിക്കുന്നു. ഈ ഭാഗത്തൊക്കെ ഈ കുറേ ബോട്ടുകളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത വീഡിയോയിൽ നിങ്ങളെ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.